വേണ്ട, നാളെ നോക്കാം. ഈ ഒരൊറ്റ വാചകമാണ് മനുഷ്യന്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സ്വപ്നങ്ങൾ തകർത്തിട്ടുള്ളത്. കഴിവില്ലായ്മ കൊണ്ടോ അവസരങ്ങൾ ഇല്ലാത്തതിനാലോ അല്ല, മാറ്റിവെക്കുന്ന ശീലമാണ് പലരെയും അവരുടെ യഥാർത്ഥ സാധ്യതകളിൽ നിന്ന് അകറ്റുന്നത്. മനുഷ്യർ കരുതുന്നത് പ്രോക്രാസ്റ്റിനേഷൻ അലസതയുടെ ഫലമാണെന്നാണ്. അത് ഒരു സ്വഭാവദോഷമല്ല, പഠിച്ച ശീലമാണെന്നാണ് അവർ കരുതുന്നത്. പഠിച്ചതാണെങ്കിൽ അത് മാറ്റാനാകും. ഈ പുസ്തകം നൽകുന്നത് അതിനുള്ള വഴികളാണ്. ഇത് വെറും പ്രചോദന വാക്കുകളല്ല, പ്രായോഗികമായ ചിന്താശീലങ്ങളാണ്. ജീവിതത്തിൽ മുന്നോട്ടു പോകാൻ വേണ്ടതെല്ലാം പലർക്കും ഉണ്ടാകും: കഴിവ്, അറിവ്, അവസരങ്ങൾ, സമയം. എന്നിട്ടും ചിലർ മാത്രം മുന്നേറുന്നു, മറ്റുള്ളവർ അതേ സ്ഥലത്ത് തന്നെ നിൽക്കുന്നു. ശരിയായ കാര്യങ്ങൾ ശരിയായ സമയത്ത് ചെയ്യാനുള്ള കഴിവ്. സമയം എല്ലാവർക്കും ഒരുപോലെയാണ്, പക്ഷേ അതിനെ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നതാണ് ഫലം നിർണയിക്കുന്നത്. മാറ്റിവെക്കുന്ന മനസ്സ് സമയത്തെ ശത്രുവാക്കുന്നു. പ്രവർത്തനത്തിനു തയ്യാറുള്ള മനസ്സ് സമയത്തെ സുഹൃത്താക്കുന്നു. എനിക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത് എന്താണ്? ഈ ചോദ്യം വ്യക്തമായാൽ അനാവശ്യ തിരക്കുകളും വ്യാജ അത്യാവശ്യങ്ങളും അപ്രധാനമാകും. ജീവിതത്തിൽ ഫലം സൃഷ്ടിക്കുന്ന കാര്യങ്ങൾ മുന്നോട്ട് വരും. ഇത് ഒരൊറ്റ രാത്രി കൊണ്ടുണ്ടാകുന്ന മാറ്റമല്ല, ചെറിയ ശീലമാറ്റങ്ങൾ വലിയ ഫലങ്ങളാക്കുന്ന പ്രക്രിയയാണ്. നമ്മെ ഒരു പുതിയ പ്രവർത്തന ശീലത്തിലേക്ക് നയിക്കുകയാണിവിടെ. മുൻഗണന നിശ്ചയിക്കുക, അത്യാവശ്യ സാഹചര്യങ്ങൾ സൃഷ്ടിക്കുക, ബുദ്ധിമുട്ടുള്ള ജോലികൾ ആദ്യം ചെയ്യുക, വലിയ ടൈം ബ്ലോക്കുകൾ സംരക്ഷിക്കുക, തീവ്രതയോടെ പ്രവർത്തിക്കുക, പിന്നെ അവ നിർത്താതെ തുടർന്നുകൊണ്ടിരിക്കുക. ഞാൻ എന്റെ സമയം നിയന്ത്രിക്കുമോ അല്ലെങ്കിൽ സമയം എന്നെ നിയന്ത്രിക്കുമോ? ഈ തീരുമാനമാണ് ജീവിതത്തിന്റെ ദിശ മാറ്റുന്നത്. ജീവിതത്തിന്റെ നിയന്ത്രണം സ്വന്തമാക്കുക. മനുഷ്യന്റെ ജീവിതം മുന്നോട്ടു പോകാതെ നിൽക്കുന്നത് കഴിവില്ലായ്മ കൊണ്ടല്ല, ഭാഗ്യക്കുറവ് കൊണ്ടുമല്ല. അതിന്റെ യഥാർത്ഥ കാരണം ജീവിതത്തിന്റെ നിയന്ത്രണം എടുക്കാൻ തയ്യാറാകാത്ത മനോഭാവമാണ്. കാര്യങ്ങൾ മാറ്റിവെക്കുന്ന ശീലം അലസതയല്ല, അത് ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാനുള്ള നമ്മുടെ ഉള്ളിൽ നിന്നുള്ള ശ്രമമാണ്. പലരും ജീവിതത്തെ തനിയെ സംഭവിക്കുന്ന ഒന്നായി കാണുന്നു. ജോലി, കുടുംബം, സാമ്പത്തികാവസ്ഥ, ആരോഗ്യം എല്ലാം തങ്ങളുടെ നിയന്ത്രണത്തിന് പുറത്താണെന്നവർ വിശ്വസിക്കുന്നു. ഈ വിശ്വാസം ഉറച്ചാൽ പ്രവർത്തിക്കാനുള്ള ഊർജം മങ്ങിത്തുടങ്ങും. ഇപ്പോൾ സമയം ശരിയല്ല, സാഹചര്യം മാറിയാൽ തുടങ്ങാം, ആദ്യം മറ്റുള്ളവർ തീരുമാനിക്കട്ടെ എന്നൊക്കെയുള്ള ചിന്തകൾ മനുഷ്യനെ നിശ്ചലനാക്കുന്നു. ഇങ്ങനെ നിശ്ചലനായ മനുഷ്യനാണ് കാര്യങ്ങൾ പിന്നേക്ക് മാറ്റുന്നത്. ജീവിതത്തിന്റെ നിയന്ത്രണം ഏറ്റെടുക്കുക എന്നത് ശാന്തമായ ആന്തരിക തീരുമാനമാണ്. എന്റെ ജീവിതത്തിൽ നടക്കുന്ന എല്ലാത്തിനും ഞാൻ തന്നെയാണ് ഉത്തരവാദി എന്ന ബോധം ഉണ്ടാകുന്ന നിമിഷം മനുഷ്യന്റെ ചിന്താഗതിയിൽ മാറ്റം സംഭവിക്കും. അപ്പോൾ മറ്റുള്ളവരെ കുറ്റപ്പെടുത്താനുള്ള ആവേശം കുറയും. സാഹചര്യങ്ങളെ അംഗീകരിച്ച് അവയ്ക്കുള്ളിൽ നിന്ന് എന്ത് ചെയ്യാം എന്ന ചിന്ത വളരും. മാറ്റിവെക്കൽ ശീലത്തിന്റെ അടിത്തറയിൽ പലപ്പോഴും ഭയം ഒളിച്ചിരിക്കുന്നു. പരാജയപ്പെടുമോ എന്ന ഭയം, വിമർശിക്കപ്പെടുമോ എന്ന ആശങ്ക, തെറ്റു സംഭവിച്ചാൽ എന്താകും എന്ന ചിന്ത, ഇവയൊക്കെയാണ് മനുഷ്യനെ പ്രവർത്തനത്തിൽ നിന്ന് പിന്നോട്ട് വലിക്കുന്നത്. ഒന്നും ചെയ്യാതിരുന്നാൽ തെറ്റു സംഭവിക്കില്ല എന്ന തെറ്റായ സുരക്ഷാ ബോധമാണ് ഇവിടെ പ്രവർത്തിക്കുന്നത്. എന്നാൽ ഒന്നും ചെയ്യാതിരിക്കുക തന്നെ ഏറ്റവും വലിയ തെറ്റാണ്. ജീവിതത്തിന്റെ നിയന്ത്രണം ഏറ്റെടുക്കുന്ന മനുഷ്യൻ പരിപൂർണനാകണം എന്നില്ല. അവൻ തെറ്റുകൾ ചെയ്യും, പരാജയങ്ങൾ അനുഭവിക്കും. എന്നാൽ ഓരോ അനുഭവവും അവനെ മുന്നോട്ട് നയിക്കും. പ്രവർത്തനം ഉണ്ടാകുമ്പോഴാണ് പഠനമുണ്ടാകുന്നത്, പഠനമുണ്ടാകുമ്പോഴാണ് വളർച്ചയുണ്ടാകുന്നത്. ജീവിതം മാറാൻ കാത്തിരിക്കേണ്ട, ജീവിതം മാറുന്നത് നമ്മൾ തീരുമാനിക്കുന്ന നിമിഷം മുതലാണ്. ഇന്നെടുത്ത ചെറിയ ഉത്തരവാദിത്വം നാളെയുടെ വലിയ മാറ്റങ്ങൾക്ക് വഴിയൊരുക്കും. ഇന്ന് എന്ത് ചെയ്യണം എന്ന ചോദ്യം ജീവിതത്തിൽ സ്ഥിരമായി ഉയരാൻ തുടങ്ങിയാൽ മാറ്റിവെക്കൽ ശീലത്തിന്റെ ശക്തി പതിയെ നഷ്ടപ്പെടും. അത്യാവശ്യ സാഹചര്യത്തിന്റെ ബോധം സൃഷ്ടിക്കുക. മാറ്റിവെക്കൽ എന്ന ശീലത്തിന്റെ വേരുകൾ ഒളിച്ചിരിക്കുന്നത് സമയം എന്ന ആശയത്തിലാണ്. നമ്മൾ പലപ്പോഴും സമയം അനന്തമാണെന്ന് കരുതിയാണ് ജീവിക്കുന്നത്. ഇന്നല്ലെങ്കിൽ നാളെ, ഇപ്പോൾ വേണ്ട പിന്നെ നോക്കാം എന്ന ചിന്തകൾ നമുക്ക് ആശ്വാസം നൽകുന്നുണ്ടാകാം. പക്ഷേ ആ ആശ്വാസം നമ്മുടെ വളർച്ചയുടെ ശത്രുവായി മാറുന്നു. അത്യാവശ്യമായി ചെയ്യേണ്ടതാണെന്ന ബോധമില്ലാത്തിടത്ത് പ്രവർത്തനവും ഉണ്ടാകുന്നില്ല. വിജയിച്ച മനുഷ്യരെയും വിജയിക്കാതെ നിൽക്കുന്നവരെയും വേർതിരിക്കുന്ന ഒരു പ്രധാന ഘടകം അവരുടെ സമയബോധമാണ്.
ചിലർക്ക് സമയം വിലപ്പെട്ടതാണ്. അവർ ഓരോ ദിവസവും അവസരമായി കാണുന്നു. മറ്റു ചിലർക്ക് സമയം അവസാനിക്കാത്ത ഒരു വിഭവമാണ്. അവർ കാര്യങ്ങൾ തുടർച്ചയായി പിന്നേക്ക് മാറ്റുന്നു. അത്യാവശ്യ ബോധം എന്നത് സ്ഥിരമായ സമ്മർദ്ദത്തിലോ ഓട്ടത്തിലോ ജീവിക്കുക എന്നതല്ല. മറിച്ച് ഇത് ഇപ്പോൾ ചെയ്തില്ലെങ്കിൽ എനിക്കെന്ത് നഷ്ടപ്പെടും എന്ന ചോദ്യത്തിന് സത്യസന്ധമായി മറുപടി പറയുകയാണ്. പല അവസരങ്ങളും നമ്മൾ നഷ്ടപ്പെടുത്തുന്നത് കഴിവില്ലായ്മ കൊണ്ടല്ല, സമയത്ത് പ്രവർത്തിക്കാത്തത് കൊണ്ടാണ്. സമയം കടന്നുപോയ ശേഷം ആ അവസരം തിരികെ വരണം എന്നില്ല. മനുഷ്യൻ മാറ്റിവെക്കുന്നത് പലപ്പോഴും ഒരു തെറ്റായ സുരക്ഷാ ബോധം കൊണ്ടാണ്. ഇപ്പോൾ ചെയ്യാതെ ഇരുന്നാൽ കുഴപ്പമൊന്നും ഉണ്ടാകില്ല എന്ന ചിന്ത. ഒന്നും ചെയ്യാതിരിക്കുക എന്നതു തന്നെ ഒരു തീരുമാനമാണ്. അതിന്റെ ഫലങ്ങൾ നമ്മൾ പിന്നീട് അനുഭവിക്കും. ഇന്നത്തെ നിശ്ചലത നാളത്തെ പശ്ചാത്താപമായി മാറും. അത്യാവശ്യബോധം വളർത്തുന്ന മനുഷ്യൻ തന്റെ മനസ്സിനെ ഇപ്പോഴത്തെ നിമിഷത്തിലേക്ക് കൊണ്ടുവരുന്നു. അവൻ ഭാവിയെക്കുറിച്ച് സ്വപ്നം കാണുമ്പോഴും പ്രവർത്തിക്കുന്നത് ഇന്നാണ്. കാരണം അവനറിയാം, ഭാവി എന്നത് ഇന്നു ചെയ്യുന്ന കാര്യങ്ങളുടെ കൂട്ടിച്ചേർക്കലാണ്. ഇന്നത്തെ ചെറിയ പ്രവർത്തനങ്ങൾ നാളെയുടെ വലിയ മാറ്റങ്ങൾക്ക് അടിത്തറയിടുന്നു. സമയം എല്ലാവർക്കും തുല്യമായി ലഭിക്കുന്ന ഒന്നാണെങ്കിലും അതിനെ ഉപയോഗിക്കുന്ന വിധം ഒരുപോലെയല്ല. വിജയിച്ചവർ സമയം നിയന്ത്രിക്കുന്നു, പരാജയപ്പെട്ടവർ സമയത്തിന് കീഴടങ്ങുന്നു. അത്യാവശ്യമാണെന്ന ബോധം ഉള്ളപ്പോൾ മനുഷ്യൻ തന്റെ ദിവസത്തെ ബോധപൂർവം ഉപയോഗിക്കാൻ തുടങ്ങും. അപ്പോൾ അലസതയ്ക്കും അനാവശ്യമായ തിരക്കുകൾക്കും ഇടം കുറയും. ഇന്ന് തന്നെ ചെയ്താൽ എന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ മാറ്റം ഉണ്ടാക്കുന്ന കാര്യം ഏതാണ്? ഈ ചോദ്യം മനുഷ്യനെ പ്രവർത്തനത്തിലേക്ക് തള്ളിവിടുന്നു. സൃഷ്ടിപരമായ മാറ്റിവെക്കൽ. എല്ലാം ചെയ്യേണ്ടതില്ല എന്ന ബോധം. മാറ്റിവെക്കൽ എന്ന വാക്ക് സാധാരണയായി നെഗറ്റീവ് അർത്ഥത്തിലാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. കാര്യങ്ങൾ വൈകിപ്പിക്കുന്നവൻ അലസനാണെന്നും ഉത്തരവാദിത്തമില്ലാത്തവനാണെന്നും സമൂഹം വിലയിരുത്താറുണ്ട്. എന്നാൽ എല്ലാ മാറ്റിവെക്കലും മോശമല്ല. ശരിയായ രീതിയിൽ ഉപയോഗിച്ചാൽ മാറ്റിവെക്കൽ തന്നെ ഒരു ശക്തമായ വിജയോപാധിയായി മാറാം. മനുഷ്യന്റെ സമയം, ഊർജം, ശ്രദ്ധ ഇവയെല്ലാം പരിമിതമാണ്. ഒരാൾക്ക് ഒരേ സമയം എല്ലാം ചെയ്യാൻ കഴിയില്ല. എന്നിട്ടും നമ്മൾ പലപ്പോഴും എല്ലാം ചെയ്യാൻ ശ്രമിക്കുന്നു. എല്ലാ ആവശ്യങ്ങൾക്കും അതെ എന്ന് പറയുന്ന ശീലം, എല്ലാവരെയും സന്തോഷിപ്പിക്കണമെന്നുള്ള മനോഭാവം നമ്മെ പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ നിന്ന് അകറ്റിക്കളയുന്നു. ഇതിന്റെ ഫലമായി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ പിന്നിലേക്ക് പോകുന്നു. അതാണ് അപകടകരമായ മാറ്റിവെക്കൽ. സൃഷ്ടിപരമായ മാറ്റിവെക്കൽ എന്നതിന്റെ അർത്ഥം പ്രധാനമല്ലാത്ത കാര്യങ്ങളെ ബോധപൂർവം പിന്നേക്ക് മാറ്റുക എന്നതാണ്. എല്ലാ കാര്യങ്ങൾക്കും ഒരേ പ്രാധാന്യമില്ല. ചില കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകും, ചിലത് സമയം നശിപ്പിക്കും. നമ്മൾ ദിവസേന ചെയ്യുന്ന പല കാര്യങ്ങളും ശീലത്തിന്റെ ഭാഗമാണ്. ഫോൺ നോക്കൽ, അനാവശ്യ സംഭാഷണങ്ങൾ, മറ്റുള്ളവർക്കായി അനാവശ്യമായി സമയം കളയൽ ഇവയൊക്കെ നമ്മുടെ പ്രധാന ലക്ഷ്യങ്ങളുമായി യാതൊരു ബന്ധവുമില്ലാത്തവയാണ്. ഇത്തരത്തിലുള്ള കാര്യങ്ങളെ മാറ്റിവെക്കുന്നത് തെറ്റല്ല, മറിച്ച് അതാണ് ബുദ്ധിമുട്ടുള്ള പക്ഷേ ആവശ്യമായ തീരുമാനം. എല്ലാവർക്കും എല്ലാം ചെയ്യാൻ കഴിയില്ലെന്ന സത്യം അംഗീകരിക്കുന്ന നിമിഷം മുതൽ കുറ്റബോധം കുറയും. ഇത് ഞാൻ ഇപ്പോൾ ചെയ്യേണ്ടതില്ല എന്ന് തുറന്നു പറയാൻ പഠിക്കുമ്പോൾ ജീവിതം ലളിതമാകുന്നു. അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾക്ക് സമയം കണ്ടെത്താനും കഴിയുന്നു. സൃഷ്ടിപരമായ മാറ്റിവെക്കലിന്റെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഭാഗം ഇല്ല എന്ന് പറയാനുള്ള ധൈര്യമാണ്. പലർക്കും ഇത് പ്രയാസമാണ്. കാരണം അവർ മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾക്കും അംഗീകാരത്തിനും അമിതമായി വില നൽകുന്നു. എന്നാൽ എല്ലാവരെയും സന്തോഷിപ്പിക്കാൻ ശ്രമിക്കുന്ന മനുഷ്യൻ ഒടുവിൽ തന്റെ ജീവിതം തന്നെ നഷ്ടപ്പെടുത്തും. മുൻഗണനകൾ വ്യക്തമായ മനുഷ്യൻ കുറച്ചു കാര്യങ്ങൾ മാത്രമേ ചെയ്യൂ, പക്ഷേ അവ അവന്റെ ജീവിതത്തിൽ യഥാർത്ഥ മാറ്റങ്ങൾ സൃഷ്ടിക്കും. പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാറ്റിവെക്കരുത്, എന്നാൽ പ്രധാനമല്ലാത്ത കാര്യങ്ങൾ നിർഭയമായി മാറ്റിവെക്കണം. ഇത് ഒരു ശീലമായി മാറുമ്പോൾ മനസ്സിൽ വ്യക്തത വരും. എന്താണ് ചെയ്യേണ്ടത്, എന്ത് ചെയ്യേണ്ടതില്ല എന്ന തീരുമാനങ്ങൾ എളുപ്പമാകും. നമ്മുടെ ജീവിതത്തിൽ യഥാർത്ഥത്തിൽ ഫലം നൽകുന്ന മേഖലകളെ തിരിച്ചറിയുക. മനുഷ്യർ അതീവ തിരക്കിലാണ് ജീവിക്കുന്നത്. ഓരോ ദിവസവും അനവധി കാര്യങ്ങൾ ചെയ്യുന്നു, ഓടിക്കൊണ്ടിരിക്കുന്നു, ക്ഷീണിക്കുന്നു. എന്നിട്ടും പലർക്കും ഒരേ ഒരു ചോദ്യം മാത്രമേ ഉള്ളൂ:
എന്തുകൊണ്ടാണ് ഇത്രയൊക്കെ ചെയ്തിട്ടും മുന്നേറ്റമില്ലാത്തത്? നാം തിരക്കിലാണ്, പക്ഷേ ആ തിരക്കുകൾ ശരിയായ കാര്യങ്ങൾക്ക് വേണ്ടിയല്ല. ജീവിതത്തിലെ എല്ലാ പ്രവർത്തനങ്ങളും ഒരേ വിലയുള്ളവയല്ല. ചില മേഖലകളിൽ നമ്മൾ ചെയ്യുന്ന ചെറിയ പ്രവർത്തനങ്ങൾ പോലും വലിയ ഫലങ്ങൾ സൃഷ്ടിക്കും. എന്നാൽ മറ്റു ചില കാര്യങ്ങൾ എത്ര ചെയ്താലും യഥാർത്ഥ പുരോഗതി ഉണ്ടാകില്ല. ഈ വ്യത്യാസം തിരിച്ചറിയാനുള്ള കഴിവിനെയാണ് കീ റിസൾട്ട് ഏരിയാസ് എന്ന് വിളിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ ഫലം നിർണയിക്കുന്ന പ്രധാന മേഖലകൾ. ഒരാളുടെ ജോലിയിൽ, കുടുംബ ജീവിതത്തിൽ, സാമ്പത്തിക കാര്യങ്ങളിൽ, ആരോഗ്യം, വ്യക്തിത്വ വികാസം, എല്ലായിടത്തും ഇത്തരത്തിലുള്ള പ്രധാന മേഖലകൾ ഉണ്ടാകും. ഈ മേഖലകളിൽ സ്ഥിരമായി നന്നായി പ്രവർത്തിച്ചില്ലെങ്കിൽ ബാക്കി എല്ലാം ചെയ്തിട്ടും ജീവിതം തുല്യമായി മുന്നോട്ടു പോകില്ല. നമ്മുടെ പ്രധാന മേഖലകളിൽ നമുക്ക് ദൗർബല്യമുണ്ടെങ്കിൽ അത് മറയ്ക്കാൻ മറ്റെന്ത് ചെയ്തിട്ടും കാര്യമില്ല. പലരും ഇഷ്ടമുള്ള കാര്യങ്ങളിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ച് ബുദ്ധിമുട്ടുള്ള, വെല്ലുവിളിയുള്ള, ഉത്തരവാദിത്തമുള്ള മേഖലകളെ അവഗണിക്കുന്നു. ഒരാൾ തന്റെ ജോലിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട കഴിവുകൾ മെച്ചപ്പെടുത്താതെ ചെറു ചെറു ജോലികളിൽ മുഴുകി സമയം ചെലവഴിച്ചാൽ പുറത്തുനിന്ന് നോക്കുമ്പോൾ അയാൾ തിരക്കുള്ളവനായി തോന്നും. പക്ഷെ അയാൾക്ക് വളർച്ചയുണ്ടാകില്ല. എന്റെ ജീവിതത്തിൽ ഞാൻ സ്ഥിരമായി നന്നായി ചെയ്യേണ്ടത് എന്തൊക്കെയാണ്? ഈ ചോദ്യം സത്യസന്ധമായി ചോദിക്കുമ്പോൾ പലപ്പോഴും അസ്വസ്ഥതയുണ്ടാകും. കാരണം അത് നമ്മൾ ഒഴിവാക്കിക്കൊണ്ടിരിക്കുന്ന സത്യങ്ങളെ തുറന്നു കാണിക്കും. എന്നാൽ അതാണ് യഥാർത്ഥ പുരോഗതിയുടെ തുടക്കം. കീ റിസൾട്ട് ഏരിയാസ് തിരിച്ചറിയുന്നത് മാറ്റിവെക്കൽ ശീലത്തെ നേരിട്ട് ബാധിക്കുന്നു. കാരണം നമുക്ക് വ്യക്തമായി അറിയാം, ഇതാണ് ഞാൻ ചെയ്യേണ്ടത്. അപ്പോൾ അനാവശ്യമായ കാര്യങ്ങൾ സ്വാഭാവികമായി പിന്നിലേക്ക് പോകും. മുൻഗണനകൾ വ്യക്തമായാൽ ടൈം മാനേജ്മെന്റ് എളുപ്പമാകും. എന്തു ചെയ്യണം, എന്ത് ചെയ്യേണ്ടതില്ല എന്ന സംശയം കുറയും. ഓരോ പ്രധാന മേഖലയിലും നിശ്ചിത നിലവാരം നിലനിർത്തേണ്ടതുണ്ട്. ഒരൊറ്റ മേഖലയിലെ വലിയ വീഴ്ച ജീവിതത്തിന്റെ മറ്റെല്ലാ മേഖലകളെയും ബാധിക്കും. ആരോഗ്യം തകരുമ്പോൾ ജോലിക്കോ വിജയത്തിനോ അർത്ഥമില്ല. ബന്ധങ്ങൾ തകരുമ്പോൾ വ്യക്തിഗത സന്തോഷം ഇല്ലാതാകും. അതിനാൽ പ്രധാന മേഖലകളെ അവഗണിക്കുന്നത് സ്വയം ചെയ്യുന്ന അനീതിയാണ്. നമ്മുടെ ജീവിതം രൂപപ്പെടുന്നത് നാം തിരക്കിലായിരുന്ന കാര്യങ്ങളാലല്ല, നാം ഫലം കണ്ടെത്തിയ കാര്യങ്ങളിലൂടെയാണ്. അതിനാൽ ഇന്ന് തന്നെ നമ്മുടെ ജീവിതത്തിലെ പ്രധാന മേഖലകളെ തിരിച്ചറിയുക. അവിടെയാണ് നമ്മുടെ യഥാർത്ഥ വളർച്ച. ഉയർന്ന മൂല്യമുള്ള പ്രവർത്തനങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. നമ്മൾ അഭിമാനത്തോടെ പറയുന്ന ഒരു വാക്കുണ്ട്, ഇന്നും ഒരുപാട് തിരക്കായിരുന്നു. പക്ഷെ ആ തിരക്ക് യഥാർത്ഥത്തിൽ എന്ത് നൽകി എന്ന ചോദ്യം ചോദിക്കുമ്പോൾ പലർക്കും വ്യക്തമായ മറുപടി ഉണ്ടാകാറില്ല. തിരക്ക് വിജയത്തിന്റെ അളവുകോലല്ല, ഫലം മാത്രമാണ്. ജീവിതം മുന്നോട്ടു പോകണമെങ്കിൽ നാം ചെയ്യുന്ന കാര്യങ്ങളുടെ എണ്ണമല്ല, അവയുടെ മൂല്യമാണ് നിർണായകം. ഓരോ മനുഷ്യനും ദിവസേന ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ ചിലത് വളരെ ചെറിയ പരിശ്രമത്തിൽ തന്നെ വലിയ ഫലങ്ങൾ നൽകും. അതേസമയം ചില പ്രവർത്തനങ്ങൾ എത്ര സമയം ചെലവഴിച്ചാലും വലിയ മാറ്റം സൃഷ്ടിക്കില്ല. ഹൈ വാല്യൂ ആക്ടിവിറ്റീസ് അഥവാ ഉയർന്ന മൂല്യമുള്ള പ്രവർത്തനങ്ങൾ എന്നത് നമ്മുടെ ലക്ഷ്യങ്ങളെയും ജീവിത പുരോഗതിയെയും നേരിട്ട് മുന്നോട്ട് നയിക്കുന്ന കാര്യങ്ങളാണ്. പലരും ചെയ്യുന്ന വലിയ തെറ്റ് എളുപ്പമുള്ള കാര്യങ്ങളിൽ മുഴുകി കഠിനമായ കാര്യങ്ങളെ ഒഴിവാക്കുക എന്നതാണ്. ഇമെയിലുകൾ, ചെറിയ ജോലികൾ, അനാവശ്യ മീറ്റിംഗുകൾ, ഇവയൊക്കെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കും. അവ ചെയ്യാൻ സുഖകരമാണ്. എന്നാൽ യഥാർത്ഥ വളർച്ച ഉണ്ടാക്കുന്ന പ്രവർത്തനങ്ങൾ പലപ്പോഴും ബുദ്ധിമുട്ടുള്ളവയാണ്. അതിനാലാണ് അവ മാറ്റിവെക്കപ്പെടുന്നത്. ഞാൻ ഇന്ന് ചെയ്ത കാര്യങ്ങളിൽ ഏതാണ് എൻ്റെ ജീവിതത്തിൽ യഥാർത്ഥ മാറ്റം സൃഷ്ടിച്ചത് എന്ന ചോദ്യം നമ്മൾ സ്വയം ചോദിക്കണം. അപ്പോൾ സമയം എവിടെ ചെലവഴിക്കണം എന്ന കാര്യത്തിൽ വ്യക്തത വരും. ഉയർന്ന മൂല്യങ്ങളുള്ള പ്രവർത്തനങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ ഒരാൾക്ക് എല്ലാ കാര്യങ്ങളും ഒരേ വേഗത്തിൽ ചെയ്യാൻ കഴിയില്ല. ചില കാര്യങ്ങൾ ഉദ്ദേശപൂർവം പിന്നെ ചെയ്യാനായി മാറ്റേണ്ടി വരും. പ്രധാനമല്ലാത്ത കാര്യങ്ങളെ മാറ്റിവെക്കുക, പ്രധാനപ്പെട്ട കാര്യങ്ങളെ മുന്നിലേക്ക് കൊണ്ടുവരിക, ഇതാണ് ഫലപ്രദമായ ടൈം മാനേജ്മെന്റിന്റെ അടിസ്ഥാനം. ഓരോരുത്തരുടെയും ഉയർന്ന മൂല്യമുള്ള പ്രവർത്തനങ്ങൾ വ്യത്യസ്തമാണ്. ഒരാളുടെ ജോലി, കഴിവുകൾ, ലക്ഷ്യങ്ങൾ ഇവ ആശ്രയിച്ചാണ് ആ പ്രവർത്തനങ്ങൾ നിശ്ചയിക്കപ്പെടുന്നത്. അതിനാൽ മറ്റുള്ളവരുടെ തിരക്ക് അനുകരിക്കുന്നത് ഫലപ്രദമാകില്ല. നമ്മുടെ ജീവിതത്തിൽ യഥാർത്ഥ ഫലം നൽകുന്നത് എന്താണെന്ന് നമ്മൾ തന്നെയാണ് കണ്ടെത്തേണ്ടത്.
ഒരു ദിവസം പോലും ഉയർന്ന മൂല്യമുള്ള പ്രവർത്തനങ്ങൾ ഇല്ലാതെ കടന്നു പോകാൻ അനുവദിക്കരുത്. ദിവസേന നമ്മുടെ ജീവിതത്തെ ദീർഘകാലത്തിൽ മുന്നോട്ട് നയിക്കുന്ന ഒരു കാര്യമെങ്കിലും ചെയ്യണം. ഈ ശീലം രൂപപ്പെടുമ്പോൾ ഓരോ ദിവസവും ചെയ്യുന്ന കാര്യങ്ങൾ ചേർന്ന് വലിയ വിജയമായി മാറും. ഓരോ ദിവസവും മുൻകൂട്ടി പദ്ധതിയിടുക. ജീവിതത്തിൽ പലരും അനുഭവിക്കുന്ന ഒരു അവസ്ഥയുണ്ട്. ദിവസം മുഴുവൻ തിരക്കിലായിരിക്കും. എന്നാൽ ദിവസം അവസാനിക്കുമ്പോൾ ഇന്ന് എന്താണ് ഞാൻ നേടിയെടുത്തത് എന്ന ചോദ്യം മനസ്സിലുയരും. ഈ ആശയക്കുഴപ്പത്തിന്റെ പ്രധാന കാരണം പദ്ധതിയില്ലാത്ത പ്രവർത്തനമാണ്. ഒരു ദിവസം മുൻകൂട്ടി പദ്ധതിയിടാതെ തുടങ്ങുമ്പോൾ നാം മറ്റുള്ളവരുടെ ആവശ്യങ്ങൾക്കും അടിയന്തരങ്ങൾക്കും മുൻഗണന നൽകുന്ന അവസ്ഥയുണ്ടാകും. പദ്ധതിയിടൽ സമയം കളയുന്ന ഒരു പ്രവർത്തനമല്ല, മറിച്ച് സമയം സൃഷ്ടിക്കുന്ന ഒരു പ്രക്രിയയാണ്. ദിവസം തുടങ്ങുന്നതിനു മുമ്പ് ചില മിനിറ്റുകൾ ചെലവഴിച്ച് പദ്ധതി തയ്യാറാക്കുന്നത് മണിക്കൂറുകളുടെ സമയനഷ്ടം ഒഴിവാക്കും. മനസ്സിൽ വ്യക്തതയുണ്ടാകുമ്പോൾ പ്രവർത്തനം വേഗത്തിലും ആത്മവിശ്വാസത്തോടെയും നടക്കും. പദ്ധതിയില്ലാത്ത ദിവസം കാറ്റിൽ ഒഴുകിപ്പോകുന്ന കപ്പല് പോലെയാണ്. ലക്ഷ്യമില്ലാതെ, ദിശയില്ലാതെ എന്ത് സംഭവിച്ചാലും സ്വീകരിക്കേണ്ടി വരും. മറിച്ച് മുൻകൂട്ടി പദ്ധതിയിട്ട ദിവസം നമ്മൾ തന്നെ നിയന്ത്രിക്കുന്ന ഒരു യാത്രയായി മാറും. ഓരോ പ്രവർത്തനത്തിനും അതിൻ്റെ സ്ഥാനമുണ്ടാകും, ഓരോ സമയത്തിനും അതിൻ്റെ ലക്ഷ്യവും. മനസ്സിൽ മാത്രം സൂക്ഷിച്ചിരിക്കുന്ന കാര്യങ്ങൾ എളുപ്പത്തിൽ മറക്കാനിടയുണ്ട്. എന്നാൽ എഴുതിവെച്ച പദ്ധതികൾ നമ്മെ ഉത്തരവാദിത്ത ബോധമുള്ളവരാക്കും. ഒരു ലിസ്റ്റായി മുന്നിൽ കിടക്കുന്ന ജോലികൾ നമ്മെ പ്രവർത്തനത്തിലേക്ക് പ്രേരിപ്പിക്കും. ഓരോ പൂർത്തീകരണവും മനസ്സിന് ഒരു ചെറിയ വിജയം നൽകും. പദ്ധതിയിടൽ കഠിനമായ പ്രവർത്തനമായി കാണേണ്ടതില്ല. അടുത്ത ദിവസം ചെയ്യേണ്ട പ്രധാന കാര്യങ്ങൾ രാത്രി തന്നെ കുറിച്ചു വെക്കുക. അങ്ങനെ ചെയ്താൽ നാളത്തെ ദിവസം ആശയക്കുഴപ്പത്തോടെ തുടങ്ങേണ്ടി വരില്ല. രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ മനസ്സിന് ദിശാബോധമുണ്ടാകും. മുൻകൂട്ടി പദ്ധതിയിടുമ്പോൾ ഉയർന്ന മൂല്യമുള്ള പ്രവർത്തനങ്ങൾ വ്യക്തമായി മുന്നിൽ വരും. അപ്പോൾ അനാവശ്യ കാര്യങ്ങൾക്ക് സമയം നഷ്ടപ്പെടാനുള്ള സാധ്യത കുറയും. പദ്ധതി ഇല്ലാത്ത ദിവസം ചെറിയ കാര്യങ്ങളിൽ കൂടുതൽ സമയം നഷ്ടപ്പെടും. പദ്ധതി ഉള്ള ദിവസം പ്രധാന കാര്യങ്ങൾ സ്വയം മുന്നോട്ട് വരും. ഈ ശീലം തുടർച്ചയായി പാലിക്കുമ്പോൾ ജീവിതത്തിൽ സ്ഥിരതയും ശാന്തതയും ഉണ്ടാകും. മാനസിക സമ്മർദ്ദം കുറയും, കാരണം അനിശ്ചിതത്വം കുറഞ്ഞിരിക്കും. ABCDE എന്ന രീതി തുടർച്ചയായി ഉപയോഗിക്കുക. ഒരുപാട് ജോലികൾ മുന്നിലുണ്ടാകുമ്പോൾ ഏതാണ് പ്രധാനമെന്നും ഏതാണ് ഒഴിവാക്കാവുന്നതെന്നും തിരിച്ചറിയാൻ കഴിയാതെ നാം സമയം കളയാറുണ്ട്. ABCDE രീതി ഈ പ്രശ്നത്തിന് ലളിതവും ശക്തവുമായ ഒരു പരിഹാരമാണ്. ഈ രീതി നമുക്ക് ചെയ്യേണ്ട എല്ലാ ജോലികളെയും അവയുടെ പ്രാധാന്യമനുസരിച്ച് വർഗീകരിക്കുന്ന ഒരു ചിന്താശീലമാണ്. ഇത് ഒരു ലിസ്റ്റ് തയ്യാറാക്കൽ മാത്രമല്ല, തീരുമാനമെടുക്കാനുള്ള മാനസിക പരിശീലനമാണ്. ഈ രീതി തുടർച്ചയായി ഉപയോഗിക്കുന്നവൻ സമയം മാത്രമല്ല, തന്റെ ഊർജവും ശ്രദ്ധയും നിയന്ത്രിക്കാൻ തുടങ്ങും. ABCDE എന്നിങ്ങനെ ഓരോ അക്ഷരത്തിനും വ്യക്തമായ അർത്ഥമുണ്ട്. A എന്നത് ചെയ്യാതിരുന്നാൽ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ്. ഇവയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ജോലികൾ. B എന്നത് ചെയ്യേണ്ടതാണെങ്കിലും A പോലെ വലിയ പ്രത്യാഘാതങ്ങൾ ഇല്ലാത്തവ. C എന്നത് ചെയ്താൽ നന്നായിരിക്കും, എന്നാൽ ചെയ്തില്ലെങ്കിലും വലിയ പ്രശ്നമില്ലാത്ത കാര്യങ്ങൾ. D എന്നത് മറ്റൊരാളെ ഏൽപ്പിക്കാവുന്ന ജോലികൾ. E എന്നത് പൂർണ്ണമായും ഒഴിവാക്കാവുന്ന കാര്യങ്ങൾ. A ലിസ്റ്റിലുള്ള കാര്യങ്ങൾ പൂർത്തിയാക്കാതെ B-C ജോലികളിലേക്ക് കടക്കരുത്. പലരും ചെയ്യുന്നത് ഇതിന്റെ വിപരീതമാണ്. അവർ ആദ്യം എളുപ്പമുള്ള C ജോലികൾ ചെയ്യുന്നു. കാരണം അത് ചെയ്യുമ്പോൾ നമുക്ക് സ്വയം നമ്മൾ തിരക്കിലാണെന്നുള്ള അനുഭവം കിട്ടും. എന്നാൽ യഥാർത്ഥ പുരോഗതി ഉണ്ടാകുന്നത് A ജോലികൾ പൂർത്തിയാകുമ്പോഴാണ്. ABCDE രീതി നമ്മെ ഒരു പ്രധാന സത്യം പഠിപ്പിക്കുന്നു. എല്ലാ ജോലികൾക്കും ഒരേ പ്രാധാന്യമില്ല. സമയം ഒരുപോലെയാണ്, പക്ഷേ ഫലങ്ങൾ ഒരുപോലെയല്ല. ചില ജോലികൾ നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കും, ചിലത് നമ്മുടെ സമയം കളയും. ഈ വ്യത്യാസം തിരിച്ചറിയുമ്പോഴാണ് മനുഷ്യൻ പ്രോക്രാസ്റ്റിനേഷൻ മറികടക്കാൻ തുടങ്ങുന്നത്. ഈ രീതി തുടർച്ചയായി ഉപയോഗിക്കുമ്പോൾ ഒരാൾക്ക് ഇല്ല എന്ന് പറയാനുള്ള ധൈര്യമുണ്ടാകുന്നു. CDE വിഭാഗത്തിലുള്ള കാര്യങ്ങൾ ജീവിതത്തിൽ നിന്ന് പതുക്കെ ഒഴിവാകാൻ തുടങ്ങും.
അപ്പോൾ സമയം സ്വാഭാവികമായി എ വിഭാഗത്തിലുള്ള കാര്യങ്ങൾക്കായി ലഭിക്കും. വിജയിച്ച മനുഷ്യർ കൂടുതൽ കാര്യങ്ങൾ ചെയ്യാറില്ല, അവർ അനാവശ്യ കാര്യങ്ങൾ ചെയ്യാതിരിക്കുകയാണ് ചെയ്യുന്നത്. ABCDE രീതി ഒരു ദിവസം മാത്രം പരീക്ഷിച്ച് ഉപേക്ഷിക്കേണ്ട ഒന്നല്ല, ഇത് ശീലമായി മാറണം. ഓരോ ദിവസവും ഓരോ ജോലിയും ഈ രീതിയിൽ തരംതിരിക്കാൻ തുടങ്ങുമ്പോൾ മനസ്സ് ക്രമത്തിലാകും, ആശയക്കുഴപ്പം കുറയും, ആത്മവിശ്വാസം വർദ്ധിക്കും. പ്രാധാന്യക്രമം സ്ഥിരമായ ഒന്നല്ല. ഒരു ജോലി ഇന്നലെ C ആയി കണക്കാക്കിയിരിക്കാം, എന്നാൽ അത് ഇന്ന് A ആയി മാറാം. അതിനാൽ ABCDE ലിസ്റ്റ് ദിവസേന പുതുക്കണം. ഈ തുടർച്ചയാണ് ഈ രീതിയുടെ യഥാർത്ഥ ശക്തി. ഏറ്റവും ബുദ്ധിമുട്ടുള്ള ജോലിയിൽ തുടങ്ങുക. നമ്മളിൽ പലരും ഒരു ദിവസം ആരംഭിക്കുമ്പോൾ ചെയ്യുന്നത് ഒരേ കാര്യമാണ്: എളുപ്പമുള്ള ചെറിയ ജോലികൾ ആദ്യം തീർക്കുക. ഈ ശീലം തന്നെയാണ് നമ്മെ യഥാർത്ഥ പുരോഗതിയിൽ നിന്ന് അകറ്റുന്നത്. ജീവിതത്തിൽ മാറ്റം സൃഷ്ടിക്കുന്നത് എളുപ്പമുള്ള കാര്യങ്ങളല്ല, ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ്. നിങ്ങളുടെ ദിവസത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടതും ഏറ്റവും ബുദ്ധിമുട്ടുള്ളതുമായ ജോലി ആദ്യം ചെയ്യുക. നമ്മൾ മാറ്റിവെക്കുന്ന ജോലികൾ സാധാരണയായി ബുദ്ധിമുട്ടുള്ളവയാണ്. അവയെ ഒഴിവാക്കാനാണ് നാം ചെറിയ കാര്യങ്ങളിലേക്ക് ഓടുന്നത്. ഒരു വലിയ കഠിനമായ ജോലി മുന്നിലുണ്ടെങ്കിൽ അത് മനസ്സിൽ ഭാരം സൃഷ്ടിക്കും. ആ ഭാരം ദിവസമൊട്ടാകെ നമ്മെ അലട്ടും. ചെറിയ ജോലികൾ ചെയ്താലും ആ വലിയ ജോലി പൂർത്തിയാകാതെ മനസ്സിന് ശാന്തി കിട്ടില്ല. എന്നാൽ ബുദ്ധിമുട്ടുള്ള ജോലി ആദ്യം തന്നെ പൂർത്തിയാക്കിയാൽ മനസ്സ് സ്വതന്ത്രമാകും. ദിവസത്തിൽ ബാക്കി സമയം കൂടുതൽ ഊർജത്തോടെയും ആത്മവിശ്വാസത്തോടെയും പ്രവർത്തിക്കാൻ കഴിയും. ഊർജം സമയത്തിനനുസരിച്ച് മാറുന്നു. രാവിലെ നമുക്ക് ഏറ്റവും കൂടുതൽ മാനസിക ഊർജമുള്ള സമയമാണ്. ആ സമയത്ത് ചെറിയ കാര്യങ്ങളിൽ ഊർജം കളയുന്നത് വലിയ നഷ്ടമാണ്. ഏറ്റവും കൂടുതൽ ചിന്തയും ശ്രദ്ധയും ആവശ്യപ്പെടുന്ന ജോലികൾ രാവിലെ തന്നെ ചെയ്യുമ്പോഴാണ് മികച്ച ഫലം ലഭിക്കുന്നത്. ഈറ്റ് ദാറ്റ് ഫ്രോഗ് എന്ന ഉപമ നമുക്കെല്ലാവർക്കും അറിയാം. നമ്മുടെ ദിവസത്തിലെ ഏറ്റവും മോശമായ, ഏറ്റവും ബുദ്ധിമുട്ടുള്ള ജോലി ഒരു തവളയാണെങ്കിൽ അതിനെ ആദ്യം തന്നെ തിന്നുക. അങ്ങനെ ചെയ്താൽ ദിവസത്തിൽ ബാക്കിയുള്ള സമയം അതിലും മോശമായ ഒന്നും സംഭവിക്കാനില്ല. ഈ ചിന്ത മനുഷ്യന്റെ ഭയം കുറയ്ക്കുന്നു, ധൈര്യം വർദ്ധിപ്പിക്കുന്നു. ഓരോ ദിവസവും നാളെ ചെയ്യേണ്ട ജോലികളിൽ ഏതാണ് ഏറ്റവും ബുദ്ധിമുട്ടുള്ളത്, ഏറ്റവും പ്രധാനപ്പെട്ടത് എന്ന് വ്യക്തമായി തിരിച്ചറിയുക. ദിവസം ആരംഭിക്കുമ്പോൾ മറ്റൊന്നിലും ശ്രദ്ധ തിരിക്കാതെ അതിൽ തന്നെ മുഴുകുക. തുടക്കത്തിൽ അല്പം ബുദ്ധിമുട്ട് തോന്നിയേക്കാം, പക്ഷേ അത് പൂർത്തീകരിക്കുമ്പോൾ ലഭിക്കുന്ന ആത്മവിശ്വാസം അതിലേറെ ശക്തമായിരിക്കും. ഈ ശീലം സ്ഥിരമായി പാലിക്കുമ്പോൾ സ്വഭാവത്തിൽ മാറ്റം വരും. മാറ്റിവെക്കുന്ന ശീലം കുറയും. തീരുമാനമെടുക്കാനുള്ള ധൈര്യം വർദ്ധിക്കും. വിജയിച്ച മനുഷ്യർ ഭയമില്ലാത്തവരല്ല, ഭയത്തേക്കാൾ വലിയ ലക്ഷ്യങ്ങളുള്ളവരാണ്. അവർ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളെ ഒഴിവാക്കുന്നില്ല, അവയെ നേരിടുന്നു. വലിയ ജോലികളെ ചെറുഭാഗങ്ങളായി വിഭജിക്കുക. പലപ്പോഴും നമ്മൾ ഒരു ജോലി മാറ്റിവെക്കുന്നത് അത് ചെയ്യാൻ കഴിയാത്തതിനാലല്ല, അത് വളരെ വലുതായി തോന്നുന്നതിനാലാണ്. മുന്നിൽ ഒരു വലിയ ലക്ഷ്യം കാണുമ്പോൾ അതിന്റെ ഭാരം നമ്മെ നിശ്ചലരാക്കും. പ്രോക്രാസ്റ്റിനേഷന്റെ പ്രധാന കാരണം ആ ഭീതിയാണ്. ഇത് എവിടെ നിന്നു തുടങ്ങണം എന്ന സംശയം. വലിയ ജോലികളെ ചെറിയ, ചെയ്യാൻ കഴിയുന്ന ഘട്ടങ്ങളായി വിഭജിക്കുക. ഒരു വലിയ ജോലി ഒരുമിച്ച് പൂർത്തിയാക്കാൻ ശ്രമിക്കുമ്പോൾ മനസ്സ് സമ്മർദ്ദത്തിലാകും. എന്നാൽ അതിനെ ചെറിയ ഘടകങ്ങളായി വിഭജിച്ചാൽ ഓരോ ഘട്ടവും ചെയ്യാവുന്നതായി നമുക്ക് തോന്നും. അപ്പോൾ ഭയം കുറയും, പ്രവർത്തനം ആരംഭിക്കും. മനുഷ്യന്റെ മനസ്സിന് ആരംഭിക്കാനുള്ള ഒരു പ്രേരണ വേണം. വലിയ ലക്ഷ്യങ്ങൾ പലപ്പോഴും ആ പ്രേരണ തടയും. എന്നാൽ ഒരു ചെറിയ ചുവടുവെപ്പ്, ഒരു പേജ് എഴുതുക, ഒരു ഫോൺ കോൾ ചെയ്യുക, ഒരു ഫയൽ തുറക്കുക, ഇതൊക്കെ മനസ്സിനെ പ്രവർത്തനത്തിലേക്ക് നയിക്കും. ആരംഭം തന്നെയാണ് വിജയത്തിന്റെ പകുതി. വലിയ ജോലികൾ ചെറിയ ഘട്ടങ്ങളാക്കി മാറ്റുമ്പോൾ ഓരോ ഘട്ടവും പൂർത്തിയാകുമ്പോൾ ഒരു ചെറിയ വിജയാനുഭവം ലഭിക്കും. ഈ ചെറിയ വിജയങ്ങൾ ചേർന്നാണ് ആത്മവിശ്വാസം വളരുന്നത്. മനസ്സ് പുരോഗതിയാണ് ഇഷ്ടപ്പെടുന്നത്. പുരോഗതി കാണുമ്പോൾ മനസ്സ് കൂടുതൽ ഊർജം നൽകും. അങ്ങനെ അടുത്ത ഘട്ടത്തിലേക്ക് നീങ്ങാൻ ശക്തി ലഭിക്കും. പൂർണ്ണതയേക്കാൾ പ്രക്രിയയാണ് പ്രധാനപ്പെട്ടത്. പലരും ഒരു ജോലി പൂർണ്ണമായി ചെയ്യണം എന്ന ചിന്തയിൽ കുരുങ്ങി തുടങ്ങാതിരിക്കും. പൂർണ്ണതയേക്കാൾ പ്രധാനമാണ് തുടക്കം. ചെറിയ അപൂർണമായ ചുവടുകളും മുന്നേറ്റമാണ്. മുന്നോട്ടു പോകുന്നവർക്ക് മാത്രമാണ് പിന്നീട് മെച്ചപ്പെടുത്താൻ കഴിയുന്നത്.
വലിയ ജോലികൾ വിഭജിക്കുന്നത് സമയ നിയന്ത്രണത്തിനും സഹായകമാണ്. ഓരോ ഘട്ടത്തിനും ഏകദേശം എത്ര സമയം വേണമെന്ന് കണക്കാക്കാൻ കഴിയും. അപ്പോൾ ജോലി അനിശ്ചിതമായ ഒരു ഭാരമായി തോന്നാതെ നിയന്ത്രിക്കാവുന്ന ഘടകങ്ങളായി മാറും. ഈ വ്യക്തത പ്രോക്രാസ്റ്റിനേഷനെ കുറയ്ക്കുന്നു. അനിശ്ചിതത്വമാണ് പലപ്പോഴും ഭയത്തിന് കാരണമാകുന്നത്. അടുത്ത ചെറു ചുവടെന്താണ് എന്ന ചോദ്യം തുടർച്ചയായി ചോദിക്കുക. വലിയ ലക്ഷ്യത്തെക്കുറിച്ച് ചിന്തിച്ച് മുടങ്ങുന്നതിനു പകരം അടുത്ത ചെറിയ പ്രവർത്തനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ആ ഒരു ചുവട് കഴിഞ്ഞാൽ അടുത്തത് സ്വാഭാവികമായി വ്യക്തമാകും. ഈ സമീപനം ജീവിതത്തിലെ എല്ലാ മേഖലകളിലും പ്രയോഗിക്കാം. പഠനം, ജോലി, സാമ്പത്തിക ലക്ഷ്യങ്ങൾ, വ്യക്തിപരമായ വളർച്ച, ഇതിലെല്ലാം. ഒരു പുസ്തകം എഴുതുന്നത് ഒരു വാക്കിൽ തുടങ്ങും. ഒരു വലിയ മാറ്റം ഒരു ചെറിയ തീരുമാനത്തിൽ തുടങ്ങും. വലിയ വിജയങ്ങൾ ഒരിക്കലും ഒരേ ദിവസം ഉണ്ടാകുന്നില്ല. അവ ചെറിയ വിജയങ്ങളുടെ കൂട്ടിച്ചേർക്കലുകളാണ്. ടൈം ബ്ലോക്കുകൾ സൃഷ്ടിക്കുക. നമ്മുടെ സമയം പലപ്പോഴും ചിതറിപ്പോകാറുണ്ട്. 5 മിനിറ്റ് ഇവിടെ, 10 മിനിറ്റ് അവിടെ. ഇങ്ങനെ ചെറിയ സമയത്തുണ്ടാകുന്ന ഇടവേളകളിലാണ് നാം കൂടുതൽ പ്രവർത്തിക്കുന്നത്. വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കാൻ ചെറു ചെറു സമയങ്ങൾ മതിയാകില്ല. അതിന് വലിയ തടസ്സമില്ലാത്ത ടൈം ബ്ലോക്കുകൾ ആവശ്യമാണ്. പ്രധാനപ്പെട്ട ജോലികൾ സാധാരണയായി ആഴത്തിലുള്ള ശ്രദ്ധയും തുടർച്ചയായ ചിന്തയും ആവശ്യപ്പെടുന്നവയാണ്. എന്നാൽ ഫോൺ, സന്ദേശങ്ങൾ, ആളുകളുടെ ഇടപെടൽ, ചെറിയ ആവശ്യങ്ങൾ ഇവയൊക്കെ നമ്മുടെ ശ്രദ്ധ മാറ്റുന്നു. ഫലം, നാം ഒരുപാട് സമയം ചെലവഴിക്കുമ്പോഴും യഥാർത്ഥ പുരോഗതി കുറവായിരിക്കും. ശ്രദ്ധ തകർന്നാൽ പ്രവർത്തനത്തിന്റെ നിലവാരവും തകരുന്നു. പ്രധാനപ്പെട്ട ജോലികൾക്കായി പ്രത്യേകമായി സമയം മാറ്റിവെക്കണം. സമയം കിട്ടുമ്പോൾ ചെയ്യാം എന്ന ചിന്ത ഇവിടെ പ്രവർത്തിക്കില്ല. കാരണം സമയം ഒരിക്കലും സ്വയം കിട്ടുന്നില്ല. അത് ഉദ്ദേശപൂർവം സൃഷ്ടിക്കേണ്ടതാണ്. വലിയ ടൈം ബ്ലോക്കുകൾ എന്നത് കുറഞ്ഞത് 1 മുതൽ 3 മണിക്കൂർ വരെ നീളുന്ന ഇടയിൽ തടസ്സങ്ങളില്ലാത്ത പ്രവർത്തന സമയങ്ങളാണ്. ഇത്തരത്തിലുള്ള സമയങ്ങളിൽ മനുഷ്യൻ ഫ്ലോ എന്ന അവസ്ഥയിലെത്തുന്നു. ആഴത്തിലുള്ള ശ്രദ്ധയോടെ പ്രവർത്തിക്കുമ്പോൾ സമയം കടന്നു പോകുന്നത് പോലും നമ്മൾ ശ്രദ്ധിക്കില്ല. ഈ അവസ്ഥയിലാണ് ഏറ്റവും മികച്ച ആശയങ്ങളും ഉയർന്ന നിലവാരമുള്ള ഫലങ്ങളും ഉണ്ടാകുന്നത്. പക്ഷേ ഈ അവസ്ഥ കൈവരിക്കാൻ തുടർച്ചയായി കുറച്ച് സമയം നമ്മൾ സംരക്ഷിക്കണം. ടൈം ബ്ലോക്കുകൾ സൃഷ്ടിക്കാൻ ചില ത്യാഗങ്ങൾ ആവശ്യമാണ്. ഫോൺ ഓഫ് ചെയ്യണം, അറിയിപ്പുകൾ നിശബ്ദമാക്കണം, ചില ക്ഷണങ്ങൾ നിഷേധിക്കണം. നമ്മുടെ ഭാവിയെ നിർമ്മിക്കുന്ന ജോലികൾക്ക് ഇന്നത്തെ ചില സൗകര്യങ്ങൾ ഉപേക്ഷിക്കേണ്ടി വരും. ഇത് നഷ്ടമല്ല, ഒരു നിക്ഷേപമാണ്. വലിയ ജോലികളെ ചെറിയ ഘട്ടങ്ങളായി തിരിച്ചിട്ടുണ്ടെങ്കിൽ ആ ഘട്ടങ്ങൾ പൂർത്തിയാക്കാൻ വലിയ ടൈം ബ്ലോക്കുകൾ അനിവാര്യമാണ്. ചെറിയ ഇടവേളകളിൽ ചെറിയ കാര്യങ്ങൾ ചെയ്യാം. പക്ഷേ ജീവിതം മാറ്റുന്ന കാര്യങ്ങൾക്കായി കൂടുതൽ സമയം വേണം. ഓരോ ആഴ്ചയും നമ്മുടെ ഷെഡ്യൂളിൽ പ്രധാന സമയങ്ങൾ മുൻകൂട്ടി അടയാളപ്പെടുത്തുക. ഈ സമയങ്ങളിൽ മറ്റൊന്നും ചെയ്യരുത്. അവ വിശുദ്ധമാണ്. തുടർച്ചയായി ഇത് പാലിക്കുമ്പോൾ മനസ്സ് തന്നെ ആ സമയത്തെ ഗൗരവമുള്ള പ്രവർത്തന സമയം എന്നായി അംഗീകരിക്കും. അപ്പോൾ ശ്രദ്ധ സ്വാഭാവികമായി കേന്ദ്രീകരിക്കും. ഈ ശീലം വികസിക്കുമ്പോൾ ഒരാൾക്ക് മുമ്പ് അസാധ്യമായി തോന്നിയ ജോലികൾ ഇപ്പോൾ സാധ്യമാകുന്നതായി അനുഭവപ്പെടും. നമുക്ക് സമയം കുറവല്ല, എന്നാൽ ഗുണമേന്മയുള്ള സമയം കുറവാണ്. അതാണ് വലിയ ടൈം ബ്ലോക്കുകളിലൂടെ പരിഹരിക്കുന്നത്. തീവ്രതയോടെ പ്രവർത്തിക്കുന്ന ശീലം വികസിപ്പിക്കുക. ഒരേ ജോലി 2 പേർ ചെയ്താൽ ഫലത്തിൽ വലിയ വ്യത്യാസം കാണാം. ഒരാൾ അതിവേഗവും ശ്രദ്ധയോടെയും പൂർത്തിയാക്കും, മറ്റൊരാൾ അത് നീട്ടിവെച്ചുകൊണ്ടിരിക്കും. ഈ വ്യത്യാസത്തിന്റെ അടിസ്ഥാനം തീവ്രത അഥവാ ഇന്റൻസിറ്റി എന്ന മനോഭാവമാണ്. ജോലി ചെയ്യുക എന്നതും പൂർണ്ണമായ ശ്രദ്ധയോടെ ജോലി ചെയ്യുക എന്നതും വ്യത്യസ്തമാണ്. തീവ്രത എന്നത് ഒരു നിശ്ചിത സമയത്ത് ഒരു കാര്യത്തിൽ മാത്രം മുഴുകാനുള്ള തീരുമാനമാണ്. നാം പലപ്പോഴും ഒരു ജോലി ചെയ്യുന്നതിനിടയിൽ തന്നെ മറ്റൊന്നിനെക്കുറിച്ച് ചിന്തിക്കും. ഫോൺ നോക്കും, സന്ദേശങ്ങൾ വായിക്കും, ഇടയ്ക്കിടെ ശ്രദ്ധ തിരിക്കും. ഫലം, ജോലി നീളുന്നു, ഊർജം ചോരുന്നു. ശ്രദ്ധ ചിതറുമ്പോൾ സമയം മാത്രമല്ല, ആത്മവിശ്വാസവും നഷ്ടപ്പെടുന്നു. ഒരു സമയത്ത് ഒരു ജോലി മാത്രം ചെയ്യുക. പലതും ഒരേ സമയം ചെയ്യാമെന്ന് കരുതുന്നത് വെറും മിഥ്യയാണ്. യഥാർത്ഥത്തിൽ ഒരേ സമയം പല കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഒന്നും മികച്ച രീതിയിൽ പൂർത്തിയാകില്ല. തീവ്രതയോടെ പ്രവർത്തിക്കുന്നവൻ ഒരു ജോലി തുടങ്ങി എങ്കിൽ അത് പൂർത്തിയാകുന്നതുവരെ അതിൽ നിന്ന് വിട്ടുനിൽക്കില്ല. ഈ ശീലം വളർത്താൻ വേണ്ടത്
ഇനി ഞാൻ പൂർണ്ണ ശ്രദ്ധയോടെ ജോലി ചെയ്യും എന്ന ഉറച്ച തീരുമാനമാണ്. തുടക്കത്തിൽ ഇത് ബുദ്ധിമുട്ടായി തോന്നാം. മനസ്സ് ഇടയ്ക്കിടെ ഓടിപ്പോകും. പക്ഷെ ഓരോ തവണയും ശ്രദ്ധ തിരിയുമ്പോൾ വീണ്ടും ജോലിയിലേക്ക് തിരികെ വരുന്ന ശ്രമം തന്നെ പരിശീലനമാണ്. ഈ പരിശീലനം തുടർച്ചയായാൽ തീവ്രത ഒരു ശീലമായി മാറും. തീവ്രതയോടെ പ്രവർത്തിക്കുമ്പോൾ സമയം പുതിയ രൂപത്തിൽ അനുഭവപ്പെടും. മുമ്പ് 2 മണിക്കൂർ എടുത്തിരുന്ന ജോലി ഇപ്പോൾ 1 മണിക്കൂറിൽ പൂർത്തിയാകും. ഇടവേളകളും അലസതയും ഇല്ലാതാകും. ഉയർന്ന നിലവാരമുള്ള ശ്രദ്ധ സമയത്തെ ചുരുക്കും. ഇത് പ്രൊഡക്ടിവിറ്റിയുടെ രഹസ്യമാണ്. വലിയ ടൈം ബ്ലോക്കുകൾ സൃഷ്ടിച്ചാൽ മാത്രം പോരാ, ആ സമയങ്ങളിൽ തീവ്രതയോടെ പ്രവർത്തിക്കണം. വലിയ സമയം പ്ലസ് പൂർണ്ണശ്രദ്ധ ഈസ് ഈക്വൽ ടു വലിയ ഫലം. ഇതിൽ ഏതെങ്കിലും ഒന്ന് ഇല്ലെങ്കിൽ ഫലം സാധാരണ തലത്തിലേക്ക് വീഴും. വേഗത ഒരു ശീലമാണ്. ചിലർ സ്വാഭാവികമായി വേഗത്തിൽ പ്രവർത്തിക്കുന്നവരായി തോന്നാം. പക്ഷെ യാഥാർത്ഥ്യം അവർ വേഗത പരിശീലിച്ചവരാണ്. അവർ തീരുമാനങ്ങൾ വൈകിക്കാറില്ല, ജോലികൾ മാറ്റിവെക്കാറില്ല. ഈ വേഗത തന്നെയാണ് അവരെ മുന്നിലെത്തിക്കുന്നത്. വിജയിക്കുന്നതുവരെ തുടർച്ചയായി ശ്രമിക്കുക. പലരും നല്ല രീതിയിൽ തുടങ്ങും. ചില ദിവസങ്ങൾ ആത്മവിശ്വാസത്തോടെ മുന്നോട്ടു പോകും. പക്ഷേ ഇടയ്ക്കൊരു തടസ്സം വന്നാൽ അവിടെ നിന്നും പിന്മാറും. വിജയത്തെ നിർണയിക്കുന്നത് തുടക്കമല്ല, അവസാനത്തോളം പിടിച്ചു നിൽക്കാനുള്ള കഴിവാണ്. ജീവിതത്തിൽ യഥാർത്ഥ മാറ്റങ്ങൾ ഒരിക്കലും നേരായ വഴിയിലൂടെയല്ല നടക്കുന്നത്. ഇടയ്ക്ക് പരാജയങ്ങളുണ്ടാകും, മടുപ്പ് തോന്നും, പുരോഗതി ഇല്ലെന്ന തോന്നൽ വരും. അപ്പോഴാണ് പലരും പഴയ ശീലങ്ങളിലേക്ക് മടങ്ങുന്നത്. എന്നാൽ ഈ ഘട്ടമാണ് വിജയത്തിനോട് ഏറ്റവും അടുത്ത ഘട്ടം. ഇവിടെ തുടർച്ചയായി ശ്രമിക്കുന്നവനാണ് മുന്നോട്ടു പോകുന്നത്. പരാജയം അവസാനമല്ല, അത് പഠനത്തിന്റെ ഭാഗമാണ്. ഓരോ പരാജയവും എന്തെങ്കിലും പഠിപ്പിക്കുന്നുണ്ട്. പക്ഷെ പലരും പരാജയത്തെ വ്യക്തിപരമായ പരാജയമായി കാണുന്നു. എനിക്കാകില്ല എന്ന ചിന്ത അവരെ പിടിച്ചുകെട്ടും. ചില ദിവസങ്ങളിൽ പ്രചോദനം ഉണ്ടാകില്ല, ചില ദിവസങ്ങളിൽ ക്ഷീണം തോന്നും. പക്ഷെ അത്തരം ദിവസങ്ങളിൽ പോലും ചെറിയൊരു പ്രവർത്തനം ചെയ്യാനുള്ള തീരുമാനം തന്നെയാണ് തുടർച്ച. ചെറിയ ചുവടുകൾ പോലും നിർത്താതെ മുന്നോട്ട് കൊണ്ടുപോകുന്നവരാണ് ഒടുവിൽ ലക്ഷ്യത്തിലെത്തുന്നത്. വിജയിച്ച മനുഷ്യരും പരാജയപ്പെട്ട മനുഷ്യരും തമ്മിലുള്ള പ്രധാന വ്യത്യാസം കഴിവല്ല, സഹനശക്തിയാണ്. വിജയിച്ചവർ പിന്മാറാത്തവരാണ്. അവർക്ക് ക്ഷീണം തോന്നും, പക്ഷേ അവർ നിർത്തില്ല. അവർക്ക് സംശയം വരും, പക്ഷേ അവർ പ്രവർത്തനം തുടരും. ഞാൻ എപ്പോഴാണ് വിജയിക്കുക എന്ന ചോദ്യത്തിനു പകരം ഞാൻ നിർത്താതെ തുടരുകയാണെങ്കിൽ വിജയം ഉറപ്പാണ് എന്ന ഉറച്ച വിശ്വാസം. ഈ വിശ്വാസം ഉണ്ടാകുമ്പോൾ തടസ്സങ്ങൾ ഭീഷണിയായി തോന്നില്ല. ഞാൻ വിട്ടുകൊടുക്കില്ല അല്ലെങ്കിൽ പിന്തിരിയില്ല. ഈ ലളിതമായ തീരുമാനം ജീവിതത്തെ മാറ്റും. കാരണം ഭൂരിഭാഗം ആളുകളും പകുതി വഴി മാത്രമേ പോകാറുള്ളൂ. അവിടെ നിന്നാണ് വിജയിച്ചവർ മുന്നേറുന്നത്, മറ്റുള്ളവർ നിർത്തുന്നിടത്തുനിന്ന്. വിജയത്തിനായുള്ള നിങ്ങളുടെ പ്രവർത്തനം ഇന്ന് ആരംഭിക്കാം. നാളുകളായി മാറ്റിവെച്ച ഏതൊരു കാര്യവും ഇന്ന് തന്നെ ചെയ്തു തുടങ്ങാം. ഗെറ്റ് ഇറ്റ് ഡൺ നൗ. ഇതുപോലുള്ള വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. നന്ദി.